വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു. ആ കുട്ടിയുടെ പേര് മുഹമ്മദ് അസ്ഹർ എന്നാക്കിയിരിക്കുന്നു. നെയിം ചേഞ്ച്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിങ് ദ ഐഡന്റിറ്റി ഓഫ് മൈനർ. ഈ നെയിം ചേഞ്ച് ചെയ്തപ്പോൾ ഇവൻ ആരായിരുന്നു? ഇവന്റെ പേര് രാഹുൽ എന്നായിരുന്നു. അപ്പോൾ മദ്രസയിലാണ് പഠിച്ചിരുന്നത്. രാഹുൽ ഒരു കേന്ദ്രത്തിൽ വന്ന് പേര് മാറ്റുമ്പോൾ അവന്റെ പേര് മുഹമ്മദ് അസ്ഹർ ആയിരിക്കുന്നു. അത് മദ്രസയുടെ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. തെളിവുകളൊന്നുമില്ല. മറ്റൊന്ന് ഇതുപോലെ പറയുന്നത് NCPCR അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയുന്ന ബീഹാറിലെ ഒരു മദ്രസയെ കുറിച്ച് പറയുന്നു. ചിൽഡ്രൻസ് വേർ ട്രെയിൻഡ് ടു മേക്ക് ബോംബ്സ്. മദ്രസയിൽ ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. വേറെ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ മദ്രസയും അടച്ചു പൂട്ടണം, ഇതാണ് അവരുടെ താല്പര്യം. ആ മദ്രസകൾ അടച്ചു പൂട്ടണം എന്ന രീതിയിലാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. ഈ തരത്തിൽ ബ്രീഫ് ചെയ്യാം. ഇതിൽ ഇത്തരം കാര്യം ഇതിനെതിരെ യഥാർത്ഥത്തിൽ കോടതിയിൽ കേസ് വരികയും കോടതി തൽക്കാലം സ്റ്റേ ചെയ്യുകയും ഇത് വിധിക്ക് കാത്തിരിക്കുകയും ചെയ്യാം. അതേസമയത്ത് നേരത്തെ ഇത് സംബന്ധമായി ഒരു കേസ് വന്ന സമയത്ത് നിങ്ങൾ കണ്ടു, യു പിയിലെ കേസിൽ വിധി വന്നു. ആ വിധിയിൽ കൃത്യമായി പറയുന്നത് മദ്രസകൾക്കുള്ള സഹായം തുടരാം, മദ്രസ ബോർഡ് തുടരാം, അത് മതേതര രാജ്യത്തെ സംവിധാനമാണെന്നാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്, സൗഹൃദത്തോടെ പോകുന്ന രാജ്യമാണ്. ഈ മതേതര രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1206 മുതൽ 1857 വരെ 650 കൊല്ലം മുസ്ലിം ഭരണം ഇന്ത്യയിലുണ്ടായി. 48 മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചു. ഒരുപാട് സാംസ്കാരിക സൗധങ്ങൾ ഇന്ത്യക്ക് നൽകി. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. സൂഫിയാക്കളാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. അതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് വലിയ ആദരവുണ്ടായിരുന്നു. 1588 ഡിസംബർ 28 ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിന്റെ ഒരു മിനിറ്റ് പ്ലീസ്, ആ മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ ഹർമന്ദിർ സാഹിബ് എന്ന് പറയുന്ന സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു വലിയ ആരാധനാലയം, ഏറ്റവും പ്രധാനമായി കാണുന്ന ആരാധനാലയം ഇന്ത്യയിൽ സുവർണക്ഷേത്രം, അത് ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് തറക്കല്ലിട്ടതാരാ? ഒരു മുസ്ലിം സൂഫിയാണ്. എന്തുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാമായിരുന്നില്ലേ? പ്രഗത്ഭരെ കൊണ്ടുവരാമായിരുന്നില്ലേ? 1588 ഡിസംബർ 28 ഹർമന്ദിർ സാഹിബിന് തറക്കല്ലിട്ടത് ഹസ്രത്ത് മിയാൻ മീർ എന്ന് പറയുന്ന മുസ്ലിം സൂഫിയാണ്. അതെന്തുകൊണ്ട്? ഒരു സൗഹൃദം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ആ സൗഹൃദം നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ചിത്രത്തെ വികലമാക്കാൻ പള്ളികൾ പിടിച്ചടക്കുവാനും വഖഫ് പിടിച്ചടക്കുവാനും ഒക്കെയുള്ള നീക്കത്തെ ശരിക്കും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചിരുന്ന് ചെറുക്കണം എന്ന് സമൂഹത്തോട് പറയാനും ഇതിൽ നിയമ നടപടികൾ ആവശ്യപ്പെടാനും ഗവൺമെന്റ് ഇത് പാസ്സാക്കാതിരിക്കാൻ JPCക്ക് നിർദ്ദേശം കൊടുക്കുവാനുമാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വല്ലതും ക്ലാരിഫൈ ചെയ്യാണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ചോദിക്കാം, അത്രമാത്രം. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഇന്നലെ കൃത്യമായി മീഡിയകളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുമുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്നത്തെ പത്രങ്ങളിലും പ്രിന്റഡ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും വന്നിട്ടുണ്ട്. പിന്നെ ഇനി അതിലൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഞങ്ങളെ ഭാഗത്തുനിന്നില്ലല്ലോ. ഞങ്ങൾക്ക് പറയാനുള്ളത് ബോധ്യപ്പെടുത്തി, അതവർ സ്വീകരിച്ചു. തുടർന്ന് ചർച്ച നടത്തും എന്നവർ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണ് പോയത്. നേരത്തെ ഡേറ്റ് വെച്ച് മലപ്പുറത്ത് ടൂറിസ്റ്റ് ഹോം ബുക്ക് ചെയ്ത് ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പോയി. മറുഭാഗം വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് അവരോടാണ് ചോദിക്കേണ്ടത്. ഈ സമസ്ത ഒരു പിളർപ്പിന്റെ വക്കിലാണ് എന്നൊക്കെയുള്ള ഒരു അഭ്യൂഹം, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ രണ്ട് വിഭാഗമായി ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയ ആ ഒരു കാലഘട്ടത്തിന് സമാനമായ ഒരു സാഹചര്യം സമസ്തയിൽ രൂപപ്പെടുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഉത്തരവാദപ്പെട്ട തങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ, ഇത് അണികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അഭിപ്രായ വ്യത്യാസം വലിയ സംഘടനയാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നത് പോലെയോ ഒരു പിളർപ്പോ ഒരു വിഭാഗീയതയോ സമസ്യയിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസമാണ്. അത് തീർക്കാൻ യുക്തരും ശക്തരുമായ നേതാക്കളുള്ള കാലത്തോളം ഒരിക്കലും ഒരു ഭിന്നത പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയുമില്ല. നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ ഈ വിഷയത്തിലാണ് നിൽക്കേണ്ടത്. ഇതിന് വല്ലാതെ ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. എങ്കിലും പറഞ്ഞു. സമസ്തയുടെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവർ വിളിച്ച യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം മാറി നിൽക്കുക. അതൊരു അച്ചടക്കൽ എങ്ങനെയല്ല? സമസ്ത പോലെയുള്ള ഒരു സംഘടനയിൽ സാധാരണ രീതിയിൽ കണ്ടുവരാത്ത ഒരു അച്ചടക്കൽ എങ്ങനെയല്ല? അതിനെക്കുറിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ കാലത്തിറക്കിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതിനപ്പുറം പിന്നെ ഞങ്ങൾ പറയേണ്ട കാര്യം എന്താണ്? അത് നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പൊതുസമൂഹം അത് വിലയിരുത്തിയിട്ടുണ്ട്. അത്രയും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പൊതുസമൂഹം അവർ വരാത്തതിനെ വിലയിരുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ ചോദ്യം പോലും ഉന്നയിക്കപ്പെട്ടത്. ഇനി അതിന് മറുപടി ആവശ്യമില്ലല്ലോ.
പറഞ്ഞ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പൊ കേരളത്തിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ് ഈ മുനമ്പം. അപ്പൊ ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയിൽ അവിടെ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കണമെന്ന് മുസ്ലിം സംഘടനകളൊക്കെ യോഗം ചേർന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഭൂമി വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെ കെ എം ഷാജി, PT മുഹമ്മദ് ബഷീറൊക്കെ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊരു വഖഫ് ഭൂമിയാണോ? പ്രതിപക്ഷ നേതാവിന്റെ വഖഫ് ഭൂമി അല്ല എന്ന ആ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ഇവിടെ ഒരു സ്ഥലം വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് പറയുന്നത് ഭരണകക്ഷിയോ പറയേണ്ടത് ഭരണകക്ഷിയോ പ്രതിപക്ഷമോ മറ്റു നേതാക്കളോ ഒന്നുമല്ല. ഒരു വഖഫ് ഭൂമിക്ക് ഒരു വഖഫ് ഡീഡ് ഉണ്ടാവും. ആ വഖഫ് ഡീഡിൽ അത് വഖഫ് വെച്ചതിൻ്റെ രീതിയും അതിൻ്റെ വിനിയോഗവും പറഞ്ഞിട്ടുണ്ടാവും. ആ വഖഫിൻ്റെ ആധാരം വെച്ച് അത് പരിശോധിച്ച് പണ്ഡിതന്മാരാണ് പറയേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നതോടുകൂടി ഈ വിഷയം അവസാനിക്കും. കേരളത്തിൽ ഒരുപാട് പണ്ഡിത സംഘടനകളുണ്ട്. അവരൊരുമിച്ചിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ സംഘടനകൾ വേറിട്ടോ അതെന്താണ് എന്ന് പറഞ്ഞാൽ ആ വിഷയം ക്ലോസ് ആയി. നമ്മളല്ല പറയേണ്ടത്. എനിക്കത് പറയണമെങ്കിൽ അതിൻ്റെ ആധാരം പരിശോധിക്കണം, നിങ്ങൾക്കും ആധാരം പരിശോധിക്കേണ്ടി വരും. അത് പരിശോധിച്ചാൽ മാത്രം പോരാ. ആ വാചകത്തിൽ പണ്ഡിതന്മാർ എന്താണ് അതിൽ വിവക്ഷ പറയുന്നത് എന്നുകൂടി നോക്കണം. തീർച്ചയായും പണ്ഡിത സംഘടനകൾ ഇടപെടുകയും അതിന് തീരുമാനമുണ്ടാവുകയും ചെയ്യും. അവിടെ വഞ്ചിക്കപ്പെട്ട ആളുകളുണ്ട്, അതായത് അവിടെ വില കൊടുത്ത് വാങ്ങി താമസിക്കുന്ന ആളുകളുണ്ട്, കയ്യേറ്റക്കാരുണ്ട്, റിസോർട്ട് മുതലാളിമാരുണ്ട്. അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ ഇഷ്യൂ ആണ്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നുണ്ട്. ഗവൺമെൻറ്റിനോട് പരിഹരിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവർ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പരിഹരിക്കപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വിഷയം മുനമ്പം വഖഫ് അല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പറയും. അല്ല, ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഒരു നിയമപരമായ തർക്കം അതിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വഖഫ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു നിയമമാണ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു നിയമമാണ്. അപ്പൊ ആ നിയമപ്രകാരം അത് വഖഫ് ഭൂമിയാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഒരു കമ്മീഷൻ, കേരളത്തിലെ നിസാർ കമ്മീഷൻ, അതുപോലെ പറവൂർ ജഡ്ജി, അതുപോലെ തന്നെ വിവിധ കോർട്ട് ഓർഡറുകൾ, ഗവൺമെൻറ് ഉത്തരവ്, വഖഫ് ബോർഡ് ഉത്തരവ്, അതിലൊക്കെ പറയുന്നത് വഖഫ് ഭൂമിയാണെന്നാണ്. എന്നിട്ട് പിന്നെ തർക്കം എന്തുകൊണ്ടുണ്ടായി എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. അങ്ങനെ തർക്കം വരുമ്പോഴാണ് ഈ ആധാര പരിശോധനയും പണ്ഡിതാഭിപ്രായം തേടേണ്ടി വരുന്നത്. കോർട്ടും ഗവൺമെൻറ്റും വഖഫ് ബോർഡും അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നു. അതിൻ്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഫറൂഖ് പറയുന്ന വഖഫ് ഭൂമി അല്ല, അവർ നേരത്തെ പറയുന്ന കോടതി പറയുന്ന വഖഫ് ഭൂമിയാണ്. ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഭൂമി ആണെങ്കിൽ അത് വിൽക്കാൻ പാടില്ല. അതിന് ചില നിബന്ധനകളുണ്ട്. വഖഫ് ഭൂമി വില കൊടുത്ത് വാങ്ങിയ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കണമെങ്കിൽ സ്വാഭാവികമായും അവർക്ക് കൃത്യമായി അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ടി വരും. അത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബേണിംഗ് ഇഷ്യൂ ആണെന്ന് മാത്രമല്ല ഇരുതല മൂർച്ചയുള്ള ഒന്നാണ്. ഇത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്കറിയാം, അവിടെ താമസിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ലത്തീൻ കത്തോലിക്കരും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ധീവരനുമാണ്. അവർ UDFന്റെ കൂടെ നിന്നിട്ട് ആളുകളുടെ ബഹുഭൂരിപക്ഷം. അപ്പോൾ ആ വോട്ട് UDFൽ നിന്ന് ഭിന്നിച്ച് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയിലേക്ക് പോയാൽ രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇരു മുന്നണികളിൽ നിന്നും ഏതെങ്കിലും ഒരു മുന്നണിക്ക് ലഭ്യമാവും. ആ ഒരു ഇഷ്യൂ ആണ് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണം. അതാണ് രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഇടപെടാൻ കാരണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആധാരം പരിശോധിക്കുകയും പണ്ഡിതാഭിപ്രായം തേടുകയും ചെയ്താൽ വിഷയം തീരും. പണ്ഡിതന്മാർ പറയട്ടെ എന്താണ് ഇത്, നമ്മളല്ല തർക്കിക്കേണ്ടത്. SFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, SFന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുസമദ് കുപ്പൂരുടെ കാര്യങ്ങൾ വിശദീകരിച്ചത്, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി മൊയ്തീൻ കൂടിയാണ്. പിന്നെ തോലക്കൽ ജമാലിൽ സമരസമിതിയുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. ഞാൻ നാസർ ഫൈസ് കൊടുത്തായി സമരസമിതിയുടെ കൺവീനറാണ്. പിന്നെ ഇരിക്കുന്ന ആളുകളൊക്കെ സമൂഹത്തിന്റെയും പിന്നെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ സ്റ്റേറ്റ് നേതാക്കളാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.